വണ്ടി തള്ളു ഗൈസ്. നമ്മള് രണ്ടുപേരായിട്ട് വന്ന ശാസ്ത്ര പറയും ഇലക്ട്രിക്കല് വണ്ടി കേറുന്നില്ല ഗൈസ്. ഉരുട്ടിക്കോ? എനിക്ക് ഒറ്റയ്ക്ക് കയറും. അല്ലാ ഞാൻ ബാക്കിലോട്ട് നീ നടത്തുവാ എന്നെ ചതിച്ചു. ഈ മരമാണ് കേട്ടോ ഞാൻ പറഞ്ഞു. കണ്ടോ ഇതിലവർ ഇപ്പോൾ സീരിയൽസ് ഇട്ടേക്കാണ് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ ഇത് ഒറ്റ മരമാണ്. സെറ്റല്ലേ? അതിൻ്റെ നിപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ശാസ്താംപാറയുടെ മുകളിലൊരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ. കുളത്തിലൊരു ആമ്പൽ നിൽക്കുന്നുണ്ടോ? എൻ്റെ പൊന്നെ ഇഷ്ടം പോലെ. ഈ വെയിലത്ത് ഇവിടെ ആമ്പൽ മറ്റേ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ കാണാൻ വേണ്ടി പോവുകയാണ്. സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1800 അടി ഉയരെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം ശാസ്താംപാറ. അതെ, വിളപ്പിൽ പഞ്ചായത്തിൽ വരുന്ന നമ്മുടെ സ്വന്തം ശാസ്താംപാറ. ഒരു അഡ്വഞ്ചർ ട്രിപ്പും ഒരു ട്രക്കിങ്ങും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയ, സൺറൈസൊക്കെ കാണാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ശാസ്താംപാറ എന്ന് പറഞ്ഞത്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറബിക്കടലും നമ്മുടെ അഗസ്ത്യാർകൂടത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്പോട്ട്. അപ്പോൾ നമുക്ക് പോവാം, ശാസ്താംപാറയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിയംകുളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് കേട്ടോ. നമ്മൾ അരീക്കര ഡാമിൽ പോയിട്ട് അന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ശാസ്താംപാറയ്ക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ശാസ്താംപാറയ്ക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഞാനുണ്ട്, സച്ചു ഉണ്ട്, നമ്മുടെ സാരഥിയുണ്ട്, ഇലക്ട്രിക്കുണ്ട് കേട്ടോ. സംഭവം ഏത് സമയം വേണോ ചാർജ് തീരാം എന്നുള്ളൊരു കണക്കിലാണ്. പോവുകയാണെങ്കിൽ തള്ളാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. അവിടെ ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ മരം മുറിച്ചിട്ട് ഇങ്ങനെ എന്താണ് മരിച്ചിനിയല്ല, അത് കളപ്പയറാണ്. ഓക്കെ, ഒരു കാട്ട് കളപ്പയർ ഒരു തടം പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് മുകളിലോട്ട് പോകാം. നമുക്ക് ശാസ്താംപാറയിലെ കാഴ്ചകൾ, അവിടുത്തെ വിഷ്വൽസ് എല്ലാം നമുക്ക് കണ്ടിട്ട് വരാം. വാ ഗൈസ്, ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ്. അത് മരിച്ചിനിയായിരുന്നു കേട്ടോ. മരിച്ചിനി മാത്രമല്ല കേട്ടോ, ഇവിടെ കുഞ്ഞു പ്ലാവിൽ ചക്ക നിറയെ കിടക്കുന്നു. ആരുമില്ല, ആളുമില്ല, അനക്കവുമില്ല. പറിച്ചുകൊണ്ട് പോയിരുന്നേ കൊള്ളായിരുന്നു. പിന്നെ കള്ളൻ എന്നുള്ള പേര് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഇത് സപ്പോർട്ടൊക്കെ കാച്ചെടുക്കണം. നോക്കൂ എൻ്റെ മോനെ. കൊള്ളാം. അമ്മയ്ക്ക് അതാ നെക്സ്റ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നു. ഇവിടുത്തെ റോഡൊക്കെ ഇച്ചിരി മോശമാണ് കേട്ടോ. ഇച്ചിരി കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുക. ഇവിടെ കൂടുതൽ കോറികളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആയിരിക്കണം ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരും. വസ്തുവിൽപ്പനയ്ക്കാ വാങ്ങണടാ സച്ചു. പിന്നെ ഇവിടെ ഇങ്ങോട്ട് പാർപ്പിടത്തിലോട്ട് മാറും. നമ്മൾ മുന്നോട്ട് വരുമ്പോഴുള്ള റോഡ് നല്ല രസമാണ് കേട്ടോ. വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയ ഒരു റോഡാണ്. നമ്മൾ കുറേ ദൂരം വന്നത് ഇച്ചിരി കട്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുവഴിയുള്ള യാത്ര ഇച്ചിരി ഒരു ദുസ്സഹനമായിരുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പക്ഷേ എന്നാൽ ഇങ്ങോട്ട് വരുന്തോറും റോഡ് നല്ല റോഡാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ഈ അരീക്കരയിലൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ പോകാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഡെസ്റ്റിനേഷൻ ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ശാസ്താംപാറയെ കാണാം. നമ്മൾ വന്നത് ആ റോഡിൻ്റെ അവസ്ഥ വീണ്ടും മോശമായി കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ മാപ്പ് വേറെ റൂട്ടൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് കേട്ടോ വരുന്നത്. നമ്മൾ അരീക്കര ഡാമിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള വഴി അറിയത്തില്ല. മെയിൻ റോഡ് ഇതൊന്നും അല്ല കേട്ടോ, വേറെ ഏതൊക്കെ മെയിൻ റോഡുണ്ട്. കാരണം ഞാൻ പണ്ട് പോയിട്ടുള്ള ഇതുവഴിയല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മാപ്പ് നോക്കി വരുന്നവർക്ക് മാപ്പ് നോക്കി വരാം കേട്ടോ. വണ്ടി തള്ളു ഗൈസ്. നമ്മള് രണ്ടുപേരായിട്ട് വന്ന ശാസ്ത്ര പറയും ഇലക്ട്രിക്കല് വണ്ടി കേറുന്നില്ല ഗൈസ്. ഉരുട്ടിക്കോ? എനിക്ക് ഒറ്റയ്ക്ക് കയറും. അല്ലാ ഞാൻ ബാക്കിലോട്ട് നീ നടത്തുവാ എന്നെ ചതിച്ചു. അങ്ങനെ നമ്മൾ ശാസ്താംപാറ എത്തിയിട്ടുണ്ട്. 2 ടൂറിസ്റ്റ് ബസ് അവിടെ കിടപ്പുണ്ട്. ഇവിടെ കുറേ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടത്തേക്കുള്ള മാപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശാസ്താംപാറ ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രം കേട്ടോ. ഇവിടെ നമുക്ക് പോകേണ്ട മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ഡപം, സ്നാക്ക് ബാർ, ടോയ്ലറ്റ് ബ്ലോക്ക്, ടിക്കറ്റ് കൗണ്ടർ, ഗേറ്റ്, ചിൽഡ്രൻസ് പ്ലേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് കേട്ടോ നമ്മുടെ ശാസ്താംപാറയുടെ എൻട്രൻസ് വരുന്നത്. കൂടെ വന്നവൻ നടന്ന് തളർന്നിട്ട് വന്നിരുന്ന് വെള്ളം കുടിക്കുന്ന കേട്ടോ. എന്താ വിഷയടാ? 3 കേക്കാ വെട്ടിയടിച്ചാടാ? പൈസ ആയിട്ട് കൊടുക്കും. പിന്നെ അന്തസ്സുണ്ടാടാ എനിക്ക്.
നീ ഒരു നാരങ്ങളും തന്നെ പറഞ്ഞേ. ഇല്ല. അപ്പോൾ അതെ നമ്മുടെ കുഞ്ഞ് സ്റ്റെപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. പിന്നെ അടുത്ത് വേറൊരു കാര്യം നടന്നു പറഞ്ഞു തരാം. ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. എൻട്രൻസിൽ നിന്ന് നമ്മൾ മുന്നോട്ട് നടന്നു തുടങ്ങിയതേ ഉള്ളൂ. മാലിന്യം വലിച്ചെറിയരുത്. 10,000 രൂപയാണ് കേട്ടോ ഇവിടുത്തെ പിഴ. തച്ചു ഒരു പിഴ അടച്ചാലോ 10,000 രൂപയ്ക്ക്. പിന്നെ ഇവിടെ നോക്കി നടക്കില്ല. ഞാൻ എൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ചോണ്ടാണ് കുരി ഇറങ്ങി. ഈ നിൽക്കുന്നൊരു മരം കണ്ടോ, നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന മരമാണ് കേട്ടോ. ഇതിൽ ഉണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഉണ്ടോ ഇത് കുഴിയാണ് കണ്ടോ. ഇതിങ്ങനെ ഒറ്റ മൂടാണ് കേട്ടോ ഈ ഒരു ഫുൾ മരം. ഇതിൽ ഇത്രയും മറ്റേ 25 രൂപയുടെ കുഞ്ഞ് സീരിയൽ സെറ്റ് ഉണ്ടല്ലോ, അത് വാരിയിട്ട് കത്തിച്ചേർന്ന റിലേയും കൂടെ കൊടുത്തിട്ട് എൻ്റെ പൊന്നെ എന്നാ വൈബായിരിക്കും എന്നറിയോ. ഞാൻ ഒരുത്തൻ കാണിച്ചു കൂട്ടണം കോപ്രായങ്ങൾ. എന്താ ഫോട്ടോ കിട്ടി എന്നിട്ട് ആ ഓരോരുത്തൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 സൈഡും പാറാണ് കേട്ടോ. നടുവിലൂടെ ഒരു കുഞ്ഞു വഴിയുണ്ട്. ഇവിടെ ഇതിനകത്ത് കയറുന്നവർക്ക് ഒരു കുഞ്ഞു ഷോപ്പുണ്ട്. ഇവിടെ നിന്ന് ചായ കുടിക്കാം, കോഫി കുടിക്കാം, പ്ലാസ്റ്റിക് തരം തിരിക്കാം. ഈ മരമാണ് കേട്ടോ ഞാൻ പറഞ്ഞു കണ്ടോ. ഇതിലവർ ഇപ്പോൾ സീരിയൽ സെറ്റ് ഇട്ടേക്കാണ് കേട്ടോ. കാണിച്ചു തരാം കണ്ടോ. ഇത് ഒറ്റ മരമാണ്, സെറ്റല്ലേ. അതിൻ്റെ നിപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ കുറച്ച് ദൂരം നടന്ന് മുകളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി വ്യൂ പോയിൻറ്റുകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതേ അങ്ങ് ദൂരെയായിട്ട് നമ്മൾ വന്ന റോഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. എടാ സച്ചു, ആ ഫോണിലെ ക്യാമറ ചരിച്ച് ചെയ്തുകൊണ്ടേ അതാണ് കടമ്പ് ഹിൽസ്. ഇതേ ഓപ്പോസിറ്റ് കാണുന്നുണ്ടല്ലേ, അതിൽ വിഷ്വൽ എടു. ക്യാമറ ചരിച്ച് വെച്ചേ. നേരെ ഓപ്പോസിറ്റ് കാണുന്നുണ്ടോ, ഇതാണ് കടമ്പ് ഹിൽസ് എന്ന് പറയുന്നൊരു സ്ഥലം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടി ആ പാറയുടെ മുകളിലെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നൊരു അഡ്വഞ്ചർ മറ്റേ സിപ്പ് ലൈൻ ഉണ്ടല്ലോ, സിപ്പ് ലൈൻ ആ ഒരു പാറയിലേക്ക് വരുന്നുണ്ടെന്ന് 1 വർഷം മുന്നേ ആ ഒരു സംഭവം വന്നായിരുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു പണിയോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. കാരണം കാട്ടാക്കടയ്ക്ക് ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ ആ ഒരു കടമ്പ് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വാഹനം ഓടി ഏറ്റവും ടോപ്പിലെത്താം എന്നുള്ളതാണ് കടമ്പ് ഹിൽസിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തിരി നടക്കാൻ വയ്യാത്തവർക്കൊക്കെ ഉറപ്പായിട്ടും എത്താൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു സിപ്പ് ലൈൻ വന്നു കഴിഞ്ഞാൽ അത് വിനോദസഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്ന ഒന്ന് തന്നെയായിട്ട് മാറും കേട്ടോ. നമ്മുടെ നാട്ടിലെ തൊടലി ഇതിൻ്റെ സീസൺ ആവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരുപാട് മുട്ട് വന്ന് നിൽക്കുക. ഇത് കുഞ്ഞു കുഞ്ഞു കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഈ കായ് ഇത്തിരി വലുതായിട്ട് ഇത് കറക്കുമ്പോൾ ഇത് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ഇത് മൊത്തം മുള്ളാണ് കേട്ടോ. പക്ഷേ ഇതിൽ മുള്ളുകൊണ്ട് ഇഷ്ടം പോലെ മുള്ളുണ്ട് കേട്ടോ. ഈ മുള്ളൊക്കെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ ചട്ടിയിലാവും. ഇവിടെ നിന്ന് ശാസ്താംപാറ 2ആയിട്ട് തിരിയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ആ കുളം വരുന്നത്. ഒരു വ്യൂ പോയിൻറ്റും കുളവും ആ ഒരു സ്ഥലത്താണ് വരുന്നത്. ഇവിടെയാണ് കേട്ടോ തമ്പുരാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മണ്ഡപം 2ഉം തമ്പുരാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ മുകളിൽ ചെടികളൊക്കെ പൂത്തിരിക്കുന്നുണ്ടോ, സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഗോപ്രോയ്ക്ക് ഇനി 20% ചാർജേ ഉള്ളൂ. ഈ 20% ചാർജ് എത്രയും പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞിട്ട് നമുക്കിനി മൊബൈലിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിൻ്റെ ടോപ്പിലൊരു വ്യൂ ഉണ്ടോ, എൻ്റെ പൊന്നെ എന്നാ കാറ്റ്, അടിപൊളി. സച്ചു, നിനക്ക് ഈ ശാസ്താംപാറയിൽ വരുന്നവരുടെ എന്താണ് പറയാനുള്ളത്? കപ്പിൾസ് ആയിട്ടുള്ളവർ പെട്ടെന്ന് വരിക, അല്ലാത്തവർ വരരുത്. എൻ്റെ ദൈവമേ, അവസ്ഥ ഗൈസ്. എന്തിന് എനിക്ക് ഇതാണ് കേട്ടോ അവസ്ഥ എന്ന് പറയുന്നത്.
ശാസ്താംപാറയുടെ മുകളിലൊരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിലൊരു ആമ്പൽ നിൽക്കുന്നുണ്ടോ? അയ്യോ എൻ്റെ പൊന്നെ ഇഷ്ടം പോലെ. ഈ വെയിലത്ത് ഇവിടെ ആമ്പൽ മറ്റേ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. എന്താ ഒരുത്തെ ഇവിടെ ആമ്പൽ പറിക്കാൻ വേണ്ടി മറ്റേ കോഴി മുട്ട ഇട്ടിട്ട് കറങ്ങും പോലെ കറങ്ങുന്നത് എന്താണേ സജ്ജ്? ശാസ്താംപാറയ്ക്ക് മുകളിലുള്ളൊരു പാർക്കാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആരുമില്ല, കുറച്ച് കപ്പിൾസ് അല്ലാതെ വേറെ ആരുമില്ല. നേരത്തെ ഞാനിവിടെ വന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ അടിച്ചു പൊളിക്കുമായിരുന്നു. കൊച്ചു പിള്ളേർക്കൊക്കെ ചാടി കളിക്കാൻ പറ്റിയ ഗെയിമിനും കാര്യങ്ങൾക്കുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആരുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ താഴെ പാർക്കിലൊക്കെ ഇറങ്ങി എന്നിട്ട് മുകളിലോട്ട് കയറാണ് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം, ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. സച്ചു, നിനക്ക് എന്താണ്ടേ പറയാനുള്ളത്? ഒന്നും പറയാനില്ല ഗൈസ്, ഇവിടെ മൊത്തം കപ്പിൾസാണ് കേട്ടോ ഉള്ളത്. എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്തോ. ഞാൻ അവിടെ നീ നിൽക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് വേടാ. അവ ആ പാറക്കുളത്തിൽ ഇറങ്ങി ചാടാൻ പോകുന്നുണ്ട്. ആ പാറക്കുളത്തിൽ പോയി നിന്നിട്ട് അവന് വീഡിയോ കാണാൻ പോലും. ഇങ്ങോട്ട് വേടാ, മുട്ടടി വെള്ളം കോപ്പ് നീ വാ. അപ്പോൾ കൂടുതലും കപ്പിൾസാണ് കേട്ടോ ഇവിടെ ഉള്ള ഇപ്പോൾ. അത് നല്ല ചിന്തയൊന്നുമല്ല, അത് നമുക്ക് നന്നായിട്ടറിയാം. തീരെ ഒരു കാട് കഴിഞ്ഞ് എന്ന് വെച്ചാൽ അതിർത്തി ഉണ്ടല്ലോ, ഈ അതിർത്തി കഴിഞ്ഞിട്ടാണ് ഇവർ ഓടി കയറി. നോക്ക് എവിടെയാ പോണേ? ഇത്രയ്ക്ക് കൺട്രോൾ ഇല്ലാത്തവനാണ്. അപ്പോൾ താഴെ ഇവർ ഇതുപോലെ മുള്ളുവേലി അടിച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലെ കമ്പി വേലി അടിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞൊക്കെയാണ് ഓരോരുത്തർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കാര്യം ഓർക്കുക, നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എല്ലാവരും കൂടെ ഇതിനെ നശിപ്പിക്കരുത്. ഇതാണ് കേട്ടോ ശാസ്താംപാറയുടെ മുകളിലുള്ള തമ്പുരാൻ ക്ഷേത്രം. ഉണ്ടോ, ഒരു 360 വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ സൂര്യാസ്തമയം വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ സൂര്യാസ്തമയം ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപ്രോയിൽ ഇനി 17% മാത്രമേ ചാർജുള്ളൂ. അത് ഇപ്പോൾ തന്നെ ഏകദേശം ചട്ടിയിലാവുമെന്ന് തോന്നണം. അങ്ങനെ സൂര്യൻ ഇത് ഏകദേശം ഇങ്ങ് താഴെ എത്തി കേട്ടോ. അതിനേക്കാൾ സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം നമ്മുടെ ഗോപ്രോയുടെ ചാർജ് തീർന്നു. ഫോണിൻ്റെയും ചാർജ് ഏകദേശം ഒതുങ്ങി. എത്രയാടേ? ഏകദേശം ഉണ്ടോ, ഫോണിൻ്റെ ചാർജിന് വേറെ 30% ഉള്ളൂ. അങ്ങനെ മൊത്തത്തിൽ ചാർജ് തീർന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ദേ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കണ്ടല്ലോ ഇവിടുത്തെ ഒരു 360 വ്യൂ, അതൊരു മസ്റ്റ് വാച്ച് എന്ന് പറയുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് വന്നിട്ട് പോകേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ശാസ്താംപാറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വരാൻ താല്പര്യമുള്ളവരൊക്കെ വരിക. മാക്സിമം വൈകുന്നേര സമയത്ത് വരിക കേട്ടോ. ഈ ഒരു വിഷ്വലും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. പിന്നെ 20 രൂപ മാത്രമേ പാസ്സുള്ളൂ. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 300 മീറ്ററെങ്കിലും ട്രക്കിംഗ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ see you.